ഒരു ഹൈ റേഞ്ച് ആ ഒരു പോർഷനിലൂടെ ഒരുപാട് വണ്ടി ഓടിച്ചൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേസിന് അത്രത്തോളം ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും എനിക്ക് പോകണം, കാണണം, അങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് എടുക്കുന്ന ചില പ്ലേസസ് കാണുമല്ലോ, അങ്ങനെ എടുത്തിട്ടുള്ള ഒരു മൂവി പ്ലേസ് ഏതായിരിക്കും? എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടമുള്ളൂ. നമ്മള് ഒരുപാട് ലൊക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മെയിൻ ആയിട്ടൊരു വീടും അവിടുത്തെ പറമ്പും അതൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു ലൈക്ക് കുറെ നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. മഹേഷിന്റെ പ്രതികാരം ഈ ജോഗ്രഫിയാണ്. പിന്നെ എനിക്ക് സുന്ദരി ഗാർഡൻസിൽ നമ്മള് എന്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത് വാനില കൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. അതും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ഓവറോൾ ചെയ്തിട്ടുള്ള മൂവീസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിനിമയുടെ ഒരു സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യുക, അങ്ങനെ ഒരു ഫാക്ടർ വന്നിട്ടുള്ള ഒരു സെറ്റ് ഏതായിരിക്കും? എല്ലാ സെറ്റിനും ഉണ്ടാവും. നമ്മളൊരു എങ്ങനെ പോയാലും നമ്മളൊരു മാസത്തോളം ഒരു സെറ്റിന്റെ കൂടെ വർക്ക് ചെയ്യും. ആൻഡ് യു വിൽ ബിക്കം വെരി ക്ലോസ് ടു ദാറ്റ് സെറ്റ്. അത് അല്ലെങ്കിൽ നമുക്ക് ആ സിനിമ മടുക്കും. ഒന്നാമത്തേന് ആ ഒരു ക്ലോസ്നെസ് വന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഫുൾഫിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പൊതുവെ ഫസ്റ്റ് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുവിധം എല്ലാവരുമായിട്ട് മിങ്കിളായി നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സ്പേസ് നമ്മളെല്ലാവരുമായിട്ടൊന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഷൂട്ടിൽ വന്നാലും ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ടും നന്നായിട്ട് സംസാരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ബേസിക്കലി അങ്ങനെയാണ്. അപ്പം ദാറ്റ് ഈസ് സംതിങ് that makes me very comfortable. ഏത് സെറ്റ് ആണെങ്കിലും ഏതൊരു സിനിമയാണെങ്കിലും അങ്ങനെ ഒരു ഉള്ളിലോട്ട് എടുക്കുന്ന ഒരാളാണെന്നുള്ളോട് ചോദിക്കുക. അപർണ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ നേരിട്ട് കണ്ട് ഒരു ടൈറ്റ് ഹഗ് കൊടുക്കാൻ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ, ലൈക്ക് ഇതെല്ലാം ഒരു ഇമാജിനേഷൻ ആണല്ലോ, ഏതൊരു ക്യാരക്ടറിനായിരിക്കും മീറ്റ് ചെയ്യാൻ ഇഷ്ടം? ഐ തിങ്ക് സുന്ദരി ഗാർഡൻസിലെ സുമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡിസേർവ്സ് എ ഹഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. Why? Because she has gone through a lot and still she has handled it. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിലൊന്നാണ് സുന്ദരി ഗാർഡൻസിലെ ക്യാരക്ടർ. കാരണം ഒന്ന് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഇതും സുന്ദരി ഗാർഡൻസിലെ ക്യാരക്ടറൊക്കെ ഭയങ്കര പേഴ്സണൽ ആവാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ ഭയങ്കര മേക്ക് ബിലീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലൊന്നും അല്ല പോകുന്നത്. നമ്മൾ വളരെ റൂട്ടഡ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ചില കാര്യങ്ങൾ പോർട്രേ, അതിപ്പം സിനിമകളിൽ ഒത്തിരി ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് വളരെ നമ്മള് സാധാരണ കാണുന്ന ഒരാളെ നമ്മൾ പോർട്രേയില് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടീസർ കണ്ടപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർ പറഞ്ഞതും ദേ ഹാവൻ സീൻ മീ ഓർ ഉണ്ണിമുകുന്ദൻ ഇൻ ദാറ്റ് ഒരു ജോണറിലോ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിൽ കണ്ടിട്ടില്ല. സോ ദാറ്റ്സ് വൈ ദീസ് ക്യാരക്ടേഴ്സ് ബിക്കം വെരി പേഴ്സണൽ. ഉണ്ണിയുടെ ക്യാരക്ടർ സനൽ എന്ന് പറയുന്ന കഥാപാത്രം എടുത്താലും ഉണ്ണി പ്രോബ്ലി ചെയ്തിട്ടുള്ള ഏറ്റവും റൂട്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. പിന്നെ ഇവർ രണ്ടുപേരും എന്നെ സംബന്ധിച്ചിട്ട് ത്രൂ ഔട്ട് ദ ഡേ സെറ്റിലുണ്ട്. രാവിലെ ഉണ്ണിയെ പറഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം തന്നെ പോരും. ഞങ്ങൾ ചെല്ലുമ്പോൾ പോലെ അവിടെ ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞ് തീരുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കും. ഇതിനിടയ്ക്ക് എത്രയോ ആൾക്കാർ കാണാൻ വരും. പിന്നെ നമ്മള് ഓരോ സീനിന് മുന്നേ ഒരു റിഹേഴ്സൽ ഒന്ന് നമ്മൾ റൺ ത്രൂ ചെയ്യും. ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും അല്ല നമ്മൾ ആ ഷൂട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് മലയാളം മൊത്തത്തിൽ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി. അപ്പോൾ നമ്മളാണെങ്കിലും പലപ്പോഴും ഇപ്പൊ ടി വിയിലാണെങ്കിൽ പോലും ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു സോങ് കാണുമ്പോഴത്തേക്ക് ചില സമയം അയ്യോ ഈ അപർണയാണ് ആ അപർണയെന്ന് പോലും അങ്ങനെ നമുക്ക് പോലും ഭയങ്കര വ്യത്യാസങ്ങളാണ്. അപ്പൊ ശരിക്കും ടി വിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു റീലില് പോലും പിന്നെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു യങ്ങർ സെൽഫിനോട് എന്താ ഫീൽ ചെയ്യുന്നത്? ഐ ഫീൽ വെരി ഹാപ്പി വെൻ ഐ സീ, ബിക്കോസ് മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഒത്തിരി റീലുകൾ ഈ അടുത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമ പോലും നമ്മൾ ഷൂട്ട് ചെയ്ത സമയം വെച്ച് നോക്കുമ്പോ ആൾക്കാർ എന്റെ അടുത്ത് ഇത് എപ്പോ ഷൂട്ട് ചെയ്ത് നിന്നെ കാണാൻ ഒരേപോലെ ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ബേസിക്കലി മഹേഷിന്റെ പ്രതികാരം സംതിങ് എന്റെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. ദ മൂവി ആൻഡ് എവറിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പൊ അതിന്റെ റീൽസ് ഇപ്പോഴും കാണുമ്പോ ഐ ബിക്കം വെരി ലൈക്ക് ഭയങ്കര ഇമോഷണൽ ആവും, ഭയങ്കര സന്തോഷം തോന്നും. ഉറപ്പായിട്ടും. ബിക്കോസ് നമ്മൾ എവിടുന്നോ ഞാൻ എന്റെ ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ദിസ് മൂവി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് മൈ ലൈഫിന്റെ ഒരു ഫുൾ ഫേസ് മാറ്റി. ആൻഡ് പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ ലൈഫിന്റെ ഭാഗമാവുന്നത്. അപ്പം
അത് പിന്നെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ റീൽ കാണുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. നമ്മള് പൊതുവെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഷൂട്ട് നടക്കുന്ന സമയത്തും ഈ ചില ഏരിയാസ് കാണുമ്പോൾ പറഞ്ഞ ആ കഥകൾ ഇങ്ങനെ പറയുന്നത് ഭയങ്കര സിമിലർ ഒരു ഇതായിരുന്നു, ജോഗ്രഫി ആയിരുന്നു മൊത്തത്തിൽ. നമ്മൾ ആ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും അതിന്റെ ഒരു മൂഡും അതൊക്കെ കുറെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ എവിടെയോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ മറ്റേ ഷൂട്ടിന്റെ സമയത്ത് നിങ്ങൾ പോയി വൈകുന്നേരം പോയി കപ്പ കഴിക്കാൻ. ഇതേപോലെ ഈ സ്പേസിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള മറ്റൊരാൾ നമ്മുടെ DOP മധു ഭട്ട് സാറാണ്. അപർണയും മധു ഭട്ട് സാറും ദേ ആർ ദി ഫൺ എലിമെന്റ്. ഞാൻ ആക്ച്വലി മധു സാറിനെ ചെന്നൈയിലായിരുന്ന സമയത്ത് സിനിമയിലൊക്കെ വരുന്നതിന് വളരെ മുന്നേ ഒരു ഇന്റർവ്യൂ, സത്യം തിയേറ്ററിൽ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് മധു സാറിനെ കാണുന്നത്. അദ്ദേഹത്തിനൂടെ പിന്നെ സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരിക്കലും ചിന്തിച്ചു പോലുമില്ല. 70 വയസ്സുള്ള ഒരു DOP ആയിട്ടാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഹീസ് ദ മോസ്റ്റ് യങ്ങസ്റ്റ് പേഴ്സൺ ഓൺ ദ സെറ്റ്. സാർ ആക്ച്വലി ഭയങ്കര ലൈവ്ലി ആക്കും സെറ്റ്. നമ്മളപ്പോ ഞങ്ങളും അതെ, ഞങ്ങളുടെ കുറെ കോൺവെർസേഷൻസ് ഒക്കെ ഭയങ്കര കോമഡിയാണ്. സാർ എന്നെ കളിയാക്കും, ഞാൻ സാറിനെ കളിയാക്കും, അങ്ങനെയൊക്കെ മധുസാറായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനെ കാണാനും മറ്റുള്ള കാര്യങ്ങൾക്കും പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും മധുസാർ അവിടെ പലയിടത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മധുസാർ അവിടുത്തെ ഷൂട്ടിംഗ് മെമ്മറീസ് കുറെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. വൈശാലിയുടെ ഒക്കെ പോർഷൻ, ഈ ടെറൈൻ എല്ലാവർക്കും വളരെയധികം ഷൂട്ട് ചെയ്തവർക്ക് അവിടെ നിന്ന് കുറെ മെമ്മറീസ് എന്തായാലും ഇഷ്ടംപോലെ മെമ്മറീസ് ക്യാരി ആളുകളുടെയും ഒക്കെ ഉണ്ട്. അവര് ഭയങ്കര ലവ്ലിയാണ്. നമ്മള് കുറച്ചുകൂടെ സമയത്തൊക്കെ ആണെങ്കിലും നമ്മളങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. എല്ലാരും വരും, ആ വീട്ടിലേക്ക് നെയ്ബേഴ്സും ഒക്കെ വരാറുണ്ട്. ആൾക്കാർ വന്നിട്ട് അവരുടെ തന്നെ റിലേറ്റീവ്സിന് വീഡിയോ കോൾ ചെയ്തിട്ട് ഉണ്ണിയായിട്ടും എന്റെ അമ്മ ഒരുപാട് മഹേഷ്പ്രതിയാത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ അമ്മയോട് ചോദിച്ചാൽ വരെ ഷീ ഹാസ് എ ലോട്ട് ഓഫ് മെമ്മറീസ് ടു ഷെയർ അബൌട്ട് ദാറ്റ് പ്ലേസ്. ഐ തിങ്ക് ആ സ്ഥലവും അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ഒരു ഗുണമാണ്. നമ്മള് ഭയങ്കരമായിട്ട് നമ്മളെ അവരുടെ ഒരാളാക്കി മാറ്റും. സ്ഥലം ചെറുതോണി മുരിക്കാശ്ശേരിയാണ്. അതെ, ഇപ്പൊ നമ്മള് നേരത്തെ അപർണ പറഞ്ഞായിരുന്നല്ലോ, ഈ മഹേഷിന്റെ പ്രതികാരത്തിലാണെങ്കിലും ആ ഒരു ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് ഇമോഷണൽ ആവാറുണ്ടെന്ന് വരെ. ശരിക്കും പറഞ്ഞാല് നമ്മൾ യൂഷ്വലി കണ്ടുവന്നിട്ടുള്ള നായികമാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെപ്പോഴും നല്ല ഗ്രൂംഡ് ആയിരിക്കും, ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് അവരെപ്പോഴും അങ്ങനെയായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഷോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു മേക്കപ്പും ഇല്ല, ഭയങ്കര സിമ്പിളാ. അപ്പം അങ്ങനെ ചെന്ന് ആ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണെന്ന്. അപ്പം അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ ഇതേപോലെ ഇത് എൻ്റെ ലൈഫിലൊരു മേജർ പാർട്ടാണ്, എന്തെങ്കിലും ഒരു ഹിന്റ് എന്തെങ്കിലും? അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് എനിക്ക് തന്നെ ഒരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. പിന്നെ എപ്പോഴും എനിക്കും അമ്മയ്ക്കാണെങ്കിലും വി ഡോണ്ട് ലൈക്ക് മിസ്സിങ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ ഓഡിഷൻ തന്നെ പോകുന്നത് മഹേഷ് പ്രതികാരത്തിന്. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും ഐ നോ ദ ടീം, അവരുടെ വർക്കും കാര്യങ്ങളും. ഐ തിങ്ക് അതിൽ എനിക്ക് ഏറ്റവും അറിയാത്ത ഒരാൾ ദിലീഷ് ഏട്ടൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും എനിക്ക് അറിയാം, ശ്യാമേട്ടനെ അറിയാം, ആഷികേട്ടനെ അറിയാം, എല്ലാവരുടെയും വർക്ക്സ് അറിയാം.